നമസ്കാരം. ഹീലിംഗ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ക്ലിഫോർഡ് സാൽവഡർ ആണ്. ഞാൻ ഒരു ഓഥർ, പ്രീച്ചർ ആൻഡ് കൗൺസിലർ ആയിരുന്നു. ഈ ചാനലിലൂടെ മെയിൻ ഉദ്ദേശമാണ് നമ്മൾക്ക് എങ്ങനെ ലൈഫ് ബെറ്റർ ആകാൻ പറ്റും, ഹൗ ടു മേക്ക് ലൈഫ് ബെറ്റർ. ബേസിക് സ്കിൽസ്, എല്ലാ സ്കിൽസ് നമ്മൾ പതുക്കെ ഏരിയാസിൽ പോകും. പക്ഷേ ബേസിക് സ്കിൽസാണ്. ഇപ്പോൾ ആ ബേസിക് സ്കിൽസോടെ തുടക്കമാണ് തിങ്കിങ്. എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും, ഒരു ചിന്താശക്തി എങ്ങനെ, ഒരു ചിന്തിക്കാനുള്ള ഒരു രീതി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചിന്തിക്കുന്ന ശക്തി കൂടി, ദ പവർ ഓഫ് തിങ്കിങ്, ദ വേ ഓഫ് തിങ്കിങ്, ഈ രണ്ട് ഇതിൽ കൂടി നമ്മൾക്ക് ലൈഫ് എങ്ങനെ ബെറ്റർ ആകാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന പല വീഡിയോസിൽ നമ്മൾ ഇനി ഈ ലൈഫ് ബെറ്റർ ആക്കാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കാം. സോ ഇന്നത്തെ ടോപ്പിക്കാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു കാര്യമായിരുന്നു. ഈ ദിലീപിയുടെ ഒരു കേസാണ്. ഈ നടിയുടെ ആക്രമണം ഉള്ള ഒരു കേസ് ബന്ധപ്പെട്ട് ഈ കേരള മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഇത് ഒരു ട്രെൻഡിങ് ആയിരുന്നു. ഈ ഫിലിം ഫീൽഡ് ബന്ധപ്പെട്ടുള്ളത് ആയിരുന്നത്. അതൊരു ഒത്തിരി പെട്ടെന്ന് തന്നെ അത് വൈറലായി, ഒത്തിരി പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ ആൾക്കാർ എടുത്ത് ഇത് ഇങ്ങനെ ഒരു ന്യൂസ് ഫ്ലാഷായി. സോ ഈ ഇൻസിഡൻറ്റ്, ഈ ഒരു കാര്യങ്ങൾ നടന്നത് ഇടയ്ക്കിൽ ഇതിൽ കൂടി നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും, അത് നമ്മൾക്ക് ഈ ഇൻസിഡൻറ്റിൽ കൂടി നമ്മൾക്ക് ശ്രമിക്കാം. ഈ നടി ആക്രമണ കേസ് ഒരു ഇതാണ് ഫോഴ്സിബിൾ കൺഫൈൻമെൻറ്റ്. ഒരു ഫോഴ്സ് ചെയ്തിട്ട് ഒരു സ്ഥലത്തിൽ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കിഡ്നാപ്പിംഗ് ചെയ്യുന്നത് ഒരു വെച്ചിട്ട് പിന്നെ സെക്ഷൽ അസോൾട്ട് ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക്, സ്പെഷ്യലി ഒരു സ്ത്രീക്ക് അതൊരു വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതൊരു വലിയൊരു ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ രീതിയിലെ ഒരു ഇൻസിഡൻ്റാണ്. അത് ശരിക്കും അത് നമ്മൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ ഡീൽ ചെയ്യാൻ ചില രീതികൾ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അത് ലൈഫ് ലോങ്, അത് ലൈഫ് മുഴുവൻ അതൊരു വലിയൊരു പ്രശ്നമായി, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് പല രീതിയിൽ അത് നമ്മൾ എഫക്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു ലൈഫ് ലോങ് ഒരു ഇഷ്യൂ ആയി മാറിയ ഒരു കാര്യം, അതൊരു വലിയ സീരിയസ് മാറ്ററാണ്. ഇത് ഒരു ഇൻസിഡൻറ്റ് ആവാം, ചെറിയ ഇൻസിഡൻറ്റ് പോലെ തോന്നാം. പക്ഷേ ഇത് നിയമത്തിൽ പ്ലസ് ആ വ്യക്തിയുടെ ഇതിൽ അതൊരു വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചിലപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾക്ക് ആയില്ല, അതുകൊണ്ട് ചിലപ്പോൾ അതോടെ അത്ര സീരിയസ്നെസ് ഡയറക്റ്റ്ലി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ്, ഒരു സെൻസ് ഓഫ് ഫ്രീഡം, അത് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ ഊഹിക്കാൻ മതി എങ്ങനെയാണ് അതോടെ ഇമ്പാക്റ്റ്. പക്ഷേ ആ കടന്നു പോകുന്ന വ്യക്തിക്ക്, ആ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിക്കാണ് മാത്രം അറിയാം അത് എത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്, എത്ര ഒരു പെയിൻഫുൾ ഒരു ഇവൻ്റാണ്. ആ വിക്ടിംക്ക് മാത്രം അറിയാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾക്ക് പല വിക്ടിംസിനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഇതൊരു വലിയൊരു സീരിയസ് മാറ്ററാണ്, ഇത് വലിയ സീരിയസ് ഇഷ്യൂ ആണ്. സോ ഈ സീരിയസ് ഇഷ്യൂവിൽ നമ്മൾക്ക് കുറച്ച് കെയർഫുള്ളി ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ, ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ വളരെ കെയർഫുള്ളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യണം. ബിക്കോസ് ഇത് നമ്മൾ ഒരു ഹീലിംഗ് വേണ്ടി ശ്രമിക്കണം. ആ ഉള്ള പ്രശ്നം അതിൽ ഇനി ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചിന്തിച്ചില്ലെങ്കിലും നോയിങ്ലി ഓർ അൺനോയിങ്ലി അങ്ങനെ ആവാതെ ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കണം. ഒരു വ്യക്തി ഓൾറെഡി ഒരു ദുഃഖം, ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളുടെ ചിന്തകൾ, നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മളുടെ നടപടികൾ
അവർക്ക് ഇനി അതിൽ ബുദ്ധിമുട്ട് ആവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ലോകത്തിലെ പലരും പല രീതിയിലെ പ്രശ്നങ്ങൾ കൂടി ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കുന്നത് ആ സഫറിങ്, ആ സഹനം, അതിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അവർക്ക് കുറച്ച് എന്തെങ്കിലും കംഫർട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും റിലീഫ് കൊടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ നടപടികൾ, നമ്മുടെ ആക്ഷൻ. ഇറ്റ് ഷുഡ് ബി സിമ്പത്തറ്റിക്, ഇറ്റ് ഷുഡ് ബി എംപത്തറ്റിക്, ഇറ്റ് ഷുഡ് ബി കംഫർട്ടിങ്, ഇറ്റ് ഷുഡ് ബി ഹീലിംഗ്. ഒരു സൗഖ്യമുടെ ഒരു മാർഗം ആയി വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. സോ ഈ ഇൻസിഡൻറ്റ് ഈ നേച്ചർ സെൻസിറ്റീവാണ്. സോ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളി ആയിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഇത് ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു കെയർഫുള്ളി ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പല ഒരു ട്രെൻഡ് ഉണ്ട്, ഇങ്ങനെ കേസസ് ആവുമ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ധൈര്യം കൊടുക്കാൻ, ചിലപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഒരു വ്യക്തി ഇങ്ങനെ ഐഡൻറ്റിറ്റിയിലെ കുറച്ച് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. ചിലപ്പോൾ അവർ വിക്ടിം ഇല്ല, ഞാൻ സർവൈവറാണ്, ഓവർകമ്മറാണ്, അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു ടാഗ് സൈക്കോളജിക്കലി കുറച്ച് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഉള്ളിൽ ഈ വിക്ടിമുടെ ഒരു ബോധ്യം തന്നെ ഉണ്ടാവും. നമ്മൾ പറയുന്നത് സർവൈവറാണ്, ഓവർകമ്മറാണ് പറയുന്നത്. പക്ഷേ ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഇതിനെ ഹീൽ ചെയ്തില്ലെങ്കിൽ ഈ വിക്ടിമുടെ അവസ്ഥ തന്നെ അതിന് ഉള്ളിലുണ്ടാവും. സോ അതിനെ നമ്മൾക്ക് ഈ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാനാണ് നമ്മളുടെ ചിന്ത. പക്ഷേ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നമ്മൾ എത്ര സഹായം ചെയ്യാൻ പറ്റും, സഹായിച്ചിട്ട് ആ റിയൽ സർവൈവർ ആയിട്ട് ആ ഒരു ചിന്ത അത് നമ്മൾ എല്ലാവരും സഹായിക്കണം. എല്ലാവരും നമ്മൾ ഒരു സൊസൈറ്റിയിലെ കൂടി ഒരു സൊസൈറ്റിയുടെ ഭാഗം ആയത് നമ്മൾക്ക് എത്ര സഹായം ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ സഹായിക്കാൻ, അങ്ങനെ ഒരു മനസ്സ് വെച്ചാൽ ആ ശരിക്കും ആ വിക്ടിം നേച്ചർ, ആ വിക്ടിമുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ആ വിക്ടിമുടെ ആ സ്റ്റേറ്റസ് അത് ശരിക്കും മാറും. സർവൈവർ ആയിട്ട് നമ്മൾ ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഒരു പ്രാക്ടീസ് ആവാം ഇതിനെ ഡീൽ ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ശരിക്കും അത് ഒരു സർവൈവറിലേക്ക് പോകും, സർവൈവർ സ്റ്റേറ്റസിലേക്ക് പോകും. ആ സർവൈവർ പറയുന്നത് അതിലെ ഒരു മീനിങ് ഉണ്ടാവും. സോ ഈ ഇൻസിഡൻറ്റിന് നമ്മൾക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ കൂടി കിടന്നു പോകുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹീലിംഗ് അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും. അത്ര ഈസിയില്ല, ഈ പുറത്തു വരാൻ ഈസിയില്ല. പക്ഷെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ അവർ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ആ വിക്ടിം മെൻറ്റാലിറ്റി, ആ വിക്ടിമുടെ ബോധ്യം, ആ ഹെൽപ്ലെസ്നെസ് ഫീലിംഗ്, ആ ഹോപ്പ്ലെസ് ഫീലിംഗ്, അതെല്ലാം പെട്ടെന്ന് പുറത്തു വരാൻ പറ്റും. ഞാൻ ഈ കേരളത്തിൽ വന്ന ശേഷം എനിക്ക് കുറേ സഹനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറേ സഹനങ്ങൾ കൂടി എനിക്ക് കഴിഞ്ഞു പോയിട്ട് വന്നു. ആ സമയത്തിൽ, ആ സഹനം ഉള്ള സമയത്തിൽ ആണ് ഫസ്റ്റ് ഞാൻ ഈ കാണുന്നതാണ് ഈ ദിലീപുടെ ഫിലിം, ഈ കോമഡി, മലയാളം കോമഡി ഫിലിംസ് കാണാൻ. ആ സഹനത്തുള്ള സമയത്തിൽ ഈ കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടി ചില കോമഡി ഫിലിംസ് കാണാനായിരുന്നു. അങ്ങനെയാണ് ഈ കോമഡി ഫിലിംസിൽ കൂടിയാണ് ഈ ദിലീപിനെ ഫസ്റ്റ് ടൈം കാണുന്നത്. കോമഡി ഫിലിംസിൽ മലയാളം എനിക്ക് അത്ര അറിയില്ല ആ സമയത്തിൽ. പതുക്കെ ആ ഫിലിം കണ്ട് എനിക്ക് മലയാളം ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് പറ്റിയത്. പിന്നെ കുറച്ച് പഠിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ ആ സഹനത്തിൽ ഒത്തിരി വലിയൊരു സഹനമുള്ള സമയത്തിൽ കടന്നു പോകുമ്പോഴാണ് ഈ ഫിലിംസ്, ഈ ദിലീപുടെ ഫിലിംസ് ഞാൻ കാണാൻ തുടങ്ങിയത്. ആ ഫിലിമിലെ കൂടിയാണ് ഈ ദിലീപുടെ കോമഡി, ദിലീപ് കൂടെ ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ കോമഡി,
അതെല്ലാം വെച്ചിട്ട് ആ സഹനം ഉള്ള സമയത്തിൽ ഒരു ചിരിക്കാനോ ഒരു സന്തോഷിക്കാനോ ഒരു അവസരം കിട്ടി. ബിക്കോസ് എൻ്റെ സഹനം ഒരു രോഗമായിരുന്നു ആ സമയം. ആ രോഗം കൊണ്ട് വലിയ പെയിൻ ആയിരുന്നു. ശാരീരിക ഇതിൽ ബോഡിയിൽ ഫുൾ പെയിൻ ആയിരുന്നു. ആ വലിയ ഒരു പെയിൻ ഉള്ള അവസ്ഥയിൽ ഈ ദിലീപുടെ ഫിലിമാണ് ഏറ്റവും ഒരു റിലീഫ് ആയിട്ട് ഉണ്ടായിരുന്നു ആ സമയത്തിൽ. പക്ഷേ ഒരു പോപ്പുലർ ഫിഗർ, ഒരു ചിരിപ്പിക്കാൻ ഒരു വ്യക്തിയാണ്, ഒരു നല്ല ആക്ടറാണ്. ആ ഫിലിംസ് കണ്ടിട്ട് ഒരു പോസിറ്റീവായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ആ സഹനത്തിലുള്ള സമയത്തിൽ ഒരു റിലീഫ് കിട്ടിയായിരുന്നു. ഈ സന്തോഷം, ഒരു ചിരിക്കാൻ ഒരു മാർഗം. അതെല്ലാം കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ഈ ആക്ടർ കൊണ്ട് ഒരു സ്പെഷ്യൽ ഫേവറിറ്റിസം അല്ലെങ്കിൽ നമ്മൾക്ക് ആ പുള്ളിയോട് ഒരു ഇഷ്ടം ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ആ ഫിലിം കൂടി പരിചയമുള്ളത് കാരണം. പക്ഷേ ഇങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ വരുമ്പോൾ അപ്പോൾ നമ്മൾ ആ പരിചയം, ആ ഫെമിലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മാറ്റിയിട്ട് നമുക്ക് സത്യത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കണം. ബിക്കോസ് ഈ ഇഷ്യൂ ആണ് വലിയ സീരിയസ് ആണ്. സോ അങ്ങനെ ആണ് ഈ ഇൻസിഡൻറ്റിനെ അങ്ങനെ ഒരു സീരിയസ്നെസ്, ആ ബയസ് മാറ്റിയിട്ട്, ആ പക്ഷപാതമില്ല. ഈ വ്യക്തിനെ എനിക്ക് ഫിലിമിൽ കൂടി അറിയാം, ഈ വ്യക്തി എന്നെ ഒത്തിരി ചിരിപ്പിച്ചു, എൻ്റെ ഒരു കഷ്ടകാലത്തിലെ എന്നെ ഫിലിമിൽ കൂടിയാണ് എന്നെ കൂടെ നിന്നു. അങ്ങനെ ഒരു പക്ഷപാതം ഇല്ലാത്ത അറ്റം മാറ്റി വെച്ചിട്ട് ഈ ഇൻസിഡൻറ്റുടെ മെറിറ്റ്സ്, ഈ ഒരു പ്രശ്നമുള്ള മെറിറ്റ്സ് എങ്ങനെയുണ്ട് അതിനെ വെച്ചിട്ടാണ് ബേസ് ചെയ്യുന്നതാണ് നമ്മൾക്ക് ചിന്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആണ് ശരിക്കും നമ്മൾക്ക് ആ ഇൻസിഡൻറ്റിലെ കൂടി നമ്മൾക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ബിക്കോസ് അത് നമ്മൾ എന്തെങ്കിലും ബയസ് കാണിച്ചാൽ പിന്നെ അതിൽ സത്യത്തിൽ നമ്മൾക്ക് എത്താൻ പറ്റില്ല. സോ അപ്പോൾ ഈ ഇൻസിഡൻറ്റിൽ നമ്മൾ എല്ലാത്തിനും ന്യൂട്രൽ ആക്കണം. ആരുടെ സപ്പോർട്ടില്ല, ആർക്കും ഓപ്പോണൻ്റായിട്ട് നിൽക്കില്ല. ഈ ഇൻസിഡൻറ്റിന് ആ ഇൻസിഡൻറ്റ് പോലെ തന്നെ നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് നമ്മളുടെ ചിന്ത രീതികൾ എങ്ങനെ നമ്മൾക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അതിനെ നമ്മൾ ചിന്തിച്ച് അതിനെ നമ്മൾ ഒരു പാഠമായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് ബെറ്റർ ആവും. അത് മാത്രമല്ല, നമ്മൾ ബെറ്റർ ആവുമ്പോൾ നമ്മുടെ സൊസൈറ്റിയും ബെറ്റർ ആവും. സോ എല്ലാ രീതിയിൽ അങ്ങനെ ബെറ്റർ ആവാൻ ഒരു അറ്റംപ്റ്റ് ചെയ്യാം നമ്മൾ ഈ ഇൻസിഡൻറ്റിലെ കൂടി. സോ ഞാൻ ദിലീപിനെ എങ്ങനെ പരിചയമായത് പറഞ്ഞ ആ ഫിലിമിലെ കൂടിയാണ്. ബിക്കോസ് ഞാൻ മലയാളം ഫിലിം ഇതിന് മുമ്പ് ഇപ്പോൾ കണ്ടിട്ടില്ല. കേരള വന്ന ശേഷം ഫിലിം കാണാൻ തുടങ്ങിയത്. ഈ സഹനം ഉള്ള സമയത്തിൽ എല്ലാവരും സജസ്റ്റ് ചെയ്തു, ചിലപ്പോൾ കോമഡി ഫിലിം കണ്ടാൽ ചിരിച്ച ആ ഒരു പെയിനിൽ ഒരു റിലീഫ് കിട്ടും. അങ്ങനെ വെച്ചിട്ടാണ് ഈ ഫിലിം കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ പരിചയം. അതിനുശേഷം ഇങ്ങനെ ഈ ഇൻസിഡൻറ്റ് ആവുമ്പോൾ ഈ ഇൻസിഡൻറ്റിനെ എങ്ങനെ നമ്മൾ നോക്കണം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഇൻസിഡൻറ്റുടെ സീരിയസ്നെസ് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഇതിൽ മുന്നോട്ട് പോവാം. ഇപ്പോൾ ഈ കേസുടെ ഒരു വിധി കോർട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ കോർട്ടിന് ദിലീപിനെ അക്യൂട്ട് ചെയ്തു, വെറുതെ വിട്ടു. ഇനി അറ്റ് പ്രസൻറ്റ് ഈ കേസിൽ ഒന്നും ചാർജസ് ഇല്ല, ചാർജ് ഒന്നും പ്രൂവ് ചെയ്യപ്പെട്ടില്ല. ബാക്കി കുറച്ച് പേർക്ക് അവിടെ ശിക്ഷ അവർക്ക് കിട്ടും. ഈ 10-ാം തീയതിക്ക് ചിലപ്പോൾ കിട്ടും. പക്ഷേ ദിലീപിയുടെ ഈ കേസ് കൂടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ക്ലിയറായി. ഇപ്പോൾ ദിലീപ് ഫ്രീ ആണ്. അത് പുള്ളിക്ക് കോടതിയായിട്ട് ഒന്നും ചാർജസ് ഇല്ല, അവർക്ക് ഒന്നും ക്രിമിനലായിട്ട് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു രീതി ആകുമ്പോൾ നമ്മൾക്കും പുള്ളിനെ അങ്ങനെ ഒരു കുറ്റവാളിയായിട്ട് നമ്മൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കോർട്ട് ഓൾറെഡി പുള്ളിനെ ഫ്രീ ആക്കി. സോ അപ്പോൾ ആ ഫ്രീഡം പുള്ളിക്ക് നമ്മൾക്ക് തത്കാലം കൊടുക്കാം. വേറെ ഹയർ കോർട്ട് ഈ ഓർഡറിനെ റിവേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ഒന്ന് സെൻറ്റൻസ് പാസ് ചെയ്യുന്നില്ല. നമ്മൾക്ക് പുള്ളിയൊന്ന് അക്യൂട്ട് ചെയ്യുന്നതാണ് നല്ലത്.
അപ്പോൾ ഇങ്ങനെ ഈ കേസിലൂടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വിധിയുള്ള ദിവസം നമ്മൾ നോക്കിയതാണ് ഒരു ദിലീപ്പോടെ ഈ പ്രസ് കൂടെ ഒരു സംസാരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു ഈ പുള്ളിയുടെ എതിരെ ഈ ഒരു കോൺസ്പിറസി നടന്നത് തുടക്കമാണ് ഈ മഞ്ജു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ശേഷം. മഞ്ജു ഒരു പബ്ലിക്കായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ഇതൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, ഈ നടിയുടെ ആക്രമണം പിന്നാലെ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, അതിൽ ദിലീപ്പിയുടെ ഒരു പങ്കുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ മുഴുവൻ കേസുടെ ഡയറക്ഷൻ മാറിയത്. അങ്ങനെ ദിലീപ് ആ പ്രസ് കൂടെ പറഞ്ഞത് പ്ലസ് അങ്ങനെ മഞ്ജു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ദിലീപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഈ രണ്ടുപേരും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഈ പുള്ളി പറയുന്നത് ആ പുള്ളി ഒരു കോൺസ്പിറസി ചെയ്തു, മറ്റേ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്. സോ ഈ നമുക്ക് രണ്ട് പേര് അഗേൻസ്റ്റ് ആയിട്ട് അലിഗേഷൻ കൊടുത്തു. ഇത് കോർട്ടിലെ പോയി, ഇത് വലിയൊരു ഇഷ്യൂ ആയി. അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വേറെ ഒരു ഇൻസിഡൻറ്റ് ആയിരുന്നു. അത് മാരിയോ ജോസഫ് ആൻഡ് ജിജി മാരിയോ ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ആയിരുന്നു. അതിലെ കൂടി അങ്ങനെ തന്നെ ആയിരുന്നു, ഇതുപോലെ തന്നെ ആയിരുന്നു. ഈ കോടതിയിൽ പോയിട്ട് ഈ ക്രിമിനൽ കേസ് ഒന്നും ആയില്ല, അത്ര സീരിയസ് ആയില്ല. അതിൽ FIR എല്ലാം ഫയൽ ആയത്. പക്ഷേ അതിൽ മെയിൻ ഒരു പബ്ലിക്ലി ആയിട്ട് ഒരു കാര്യം ഞാൻ കണ്ടതാണ്. അവിടെ മാരിയോയുടെ സൈഡ് ആൾക്കാർ ജിജിനെ പറഞ്ഞത് അവൾ ഒരു ഡ്രങ്കഡാണ്, വെള്ളം അടിക്കുന്ന ഒരു ആളാണ്, മീൻസ് ആൽക്കോളിക്കാണ്. അങ്ങനെ പുള്ളിയുടെ ഈ സൈഡിൽ തന്നെ പുള്ളിക്ക് അഗേൻസ്റ്റ് ആയിട്ട് അലിഗേഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ ജിജിയുടെ സൈഡിൽ തന്നെ ഒരു അലിഗേഷൻ ആയിരുന്നു, ഈ മാരിയോക്ക് ബുദ്ധി ആയിട്ട് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പുള്ളിക്ക് ഒരു മെൻ്റൽ പ്രോബ്ലമാണ്. സോ ഈ നമ്മൾക്ക് രണ്ട് കേസിലെ ഈ ജിജി മാരിയോയുടെ കേസും ഈ ദിലീപ് ആൻഡ് മഞ്ജുയുടെ കേസിൽ നോക്കുമ്പോൾ കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്. ഓൺലി കാരണം വേറെ ആവാം. ഈ കേസിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് ഉണ്ട്, പക്ഷെ അതിൽ വേറെ ട്രസ്റ്റിനെ റിലേറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് ഈ അവരുടെ നടത്തുന്ന സ്ഥാപന അതിനെക്കുറിച്ച് ഫിലോകാലിയാന്ന് ബന്ധപ്പെട്ടാണ് അവിടെ പ്രശ്നം. ഇവിടെയാണ് പേഴ്സണൽ ലൈഫിൽ വേറെ ഒരു സ്ത്രീ കൂടെ എന്തെങ്കിലും റിലേഷൻ ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമാണ്. സോ ഇപ്പോൾ ഇതിനെ നമ്മൾക്ക് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ മെയിൻ ഫൗണ്ടേഷനാണ്, ഈ മെയിൻ റൂട്ട്, ഈ ഇഷ്യൂയുടെ മെയിൻ റൂട്ടാണ് ഈ ദിലീപ് ആൻഡ് മഞ്ജുയുടെ ഈ റിലേഷൻഷിപ്പാണ്. ഇവരുടെ മാരീഡ് ലൈഫ്, ഇവരുടെ റിലേഷൻഷിപ്പ്, ഇതാണ് മെയിൻ ഇതിയുടെ കാരണമാണ്. അവിടെ ഇവർ രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് ഈ റിലേഷൻഷിപ്പിലെ കുറേ വേറെ കാര്യങ്ങൾ നടന്നു. അത് റിയൽ ആണോ ഫോൾസ് ആണ് അത് അവർക്ക് തന്നെ പറയാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ഒരു മനസ്സിലാവുന്നത് ബിക്കോസ് അവർക്ക് പിന്നെ അവർക്ക് ഡിവോഴ്സായി, പിന്നെ ഇതിൽ വേറെ കല്യാണം കഴിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു. പക്ഷേ ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലാണ് ഒരു വലിയ പ്രശ്നം. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിലെ പ്രശ്നം ഉള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾക്ക് അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് അപ്പോൾ ആണ് നമ്മൾക്ക് അതിൽ പഠിക്കാൻ പറ്റും. ഇത് ചുമ്മാ ഒരു ദിലീപ് ആൻഡ് മഞ്ജുയുടെ ഒരു കേസായിട്ട് നമ്മൾ നോക്കിയാൽ പിന്നെ അത് ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നം മാത്രമായി നിൽക്കും. പക്ഷേ ഒരു മാൻ ആൻഡ് വുമൻ, ഒരു മാരേജിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫുടെ പ്രശ്നമായിട്ട് നോക്കുമ്പോൾ എല്ലാ മാരീഡ് കപ്പിൾസ്ക്ക് ഇതിൽ നിന്ന് ഒരു ലെസൺ, ഒരു പാഠം എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ചില ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് തിരുത്തി എടുക്കാൻ പറ്റും. വി ക്യാൻ കറക്റ്റ് ourselves. സോ എല്ലാ മാരീഡ് കപ്പിൾസിൽ എല്ലാ ഈ മാരേജസിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് റെമഡി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഈ 8 വർഷം 7 വർഷം ശേഷം ഇങ്ങനെ ഒരു വലിയ സഹനം, എല്ലാവർക്കും പ്രശ്നം, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ആ പ്രശ്നം എപ്പോൾ സോൾവ് ചെയ്യുന്നത്
അപ്പോൾ ശരിക്കും സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അത്ര വലിയൊരു പ്രശ്നമല്ല. ഈ ജനങ്ങൾക്ക് ബാധിക്കാനുള്ള പ്രശ്നം ഇതിൽ എത്ര വിറ്റ്നസ്സസ്, എത്ര കാര്യങ്ങൾ, എത്ര ആൾക്കാർ, എത്ര എനർജി, എത്ര പൈസ, എത്ര സമയം, എല്ലാ സ്ഥാപന കോടതി ആവട്ടെ, പോലീസ് ആവട്ടെ, എത്ര ആൾക്കാർ, എത്ര സമയം, എത്ര റിസോഴ്സസ് ഇതിൽ യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, സോ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇത് അത്ര വലിയ പ്രശ്നമായി മാറി കാണുന്നില്ല. ഓക്കെ, സോ ഇത് നമ്മൾക്ക് നോക്കുന്നത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫുടെ പ്രശ്നം അത് വെറുതെ അങ്ങനെ വെച്ച് വെക്കാൻ പറ്റില്ല. ഓക്കെ, സമയം മാറി, ഇപ്പോൾ കാലം മാറി. പണ്ട് മുതൽ ഇപ്പോൾ സമയമില്ല. പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നല്ലോ, ഈ വിവാഹം കുറിച്ച് ഒരു ചൊല്ലുണ്ടായിരുന്നു, ये बंधन तो 7 जन्मों का बंधन है. ഈ മാരേജ് ഈ വിവാഹം ഒരു 7 ലൈഫ് ടൈം, 7 ജന്മം ഉള്ളതാണ്. അങ്ങനെ ആയിട്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു സൊസൈറ്റിയിൽ. എല്ലാവരും ഇടയ്ക്കിൽ ഈ കുറേ പാട്ടുകൾ ഉണ്ട്, കുറേ ഫിലിമിൽ ഇങ്ങനെ നമ്മൾ ഡയലോഗ്സ് കേട്ടിട്ടുണ്ട്. ഈ 7 ലൈഫ് ടൈമാണ്, 7 ജന്മോ കാ ബന്ധൻ, അങ്ങനെ പറയാൻ ഉണ്ടായിരുന്നു. സോ ഈ ട്രഡീഷൻ, ഈ ചിന്ത, ഈ നമ്മൾക്ക് കാണിക്കുന്നത് ആ മാരേജുടെ മഹത്വം, മാരേജുടെ ആ സീക്രട്ട്നെസ്, ആ വിശുദ്ധി, അതുടെ ഒരു പൂർണ്ണത എത്രയാണ്, അങ്ങനെ ഒരു ചിന്ത. അതുപോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങൾ ഇത് തന്നെ പറയുന്നുണ്ട്. ബൈബിളിലെ ആവട്ടെ അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് ഒരു ഓപ്ഷൻ ഇല്ല ആയിട്ട് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഡിവോഴ്സ് ഈസ് നോട്ട് സജസ്റ്റഡ്, ഡിവോഴ്സ് ഈസ് നോട്ട് എൻകറേജ്ഡ്. അങ്ങനെ വചനം പറയുന്നത് ഐ ഹേറ്റ് ഡിവോഴ്സ്, ദൈവം പറയുന്നത് ഐ ഹേറ്റ് ഡിവോഴ്സ്. പക്ഷേ അത് ഒരു സൈഡിൽ അത് സത്യമാണ്. പക്ഷെ നമ്മളുടെ ജീവിക്കാനുള്ള രീതികൾ, കുടുംബത്തിലെ വരുന്ന പ്രശ്നങ്ങൾ, അത് വേറെ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അത് ഫുൾ ടോട്ടലി മാറിയിരിക്കുന്നത്. സോ അപ്പോൾ ഈ മാറ്റം വരുന്നത് പ്രകാരം നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ കോടതികൾ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എല്ലാത്തിനെയും കുറേ ഈ ഡിവോഴ്സിനെ പ്രതി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ഈ ഡിവോഴ്സ്, ഞാൻ ചെറുപ്പകാലത്തിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്ററാണ്. ഈ വ്യക്തി ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീനെ ഡിവോഴ്സ് ഒരു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട്, വലിയ ആരും ഒന്നും പറയില്ല, പക്ഷെ അതൊരു ജനങ്ങളുടെ മനസ്സിൽ അതൊരു വലിയൊരു മാറ്ററായി ഇരിക്കായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്തിലെ ആർക്കെങ്കിലും TB ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ നാട് മുഴുവൻ ഫുൾ എല്ലാവർക്കും ഒരു ന്യൂസ് ആയിട്ട് ഉണ്ടാവും. ആ വ്യക്തിക്ക് ഇങ്ങനെ ക്യാൻസർ ആയാലും, ആ വ്യക്തിക്ക് ഇങ്ങനെ TB ആയാലും, നാട് മുഴുവൻ അത് ന്യൂസ് ആവും. അത് നാട് മുഴുവൻ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ ഇന്നത്തെ കാലം ആർക്ക് TB വന്നാലും, ആർക്ക് ക്യാൻസർ വന്നാലും അതൊരു വലിയ ഒരു ഇഷ്യൂ ഇല്ല. ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്ക്ക് മാത്രം ഒരു മാറ്ററാണ്, അല്ലെങ്കിൽ പുറത്തെ ആൾക്കാർക്കും അതൊരു വലിയ ഇഷ്യൂ, ഇപ്പോൾ ഒരു കോമൺ ആയി. സോ അതുപോലെ തന്നെ ഈ ഡിവോഴ്സിനെ കുറിച്ച് ആണെങ്കിലും, ഈ മാരേജിലെ പ്രശ്നമാണെങ്കിലും, അത് ഇപ്പോൾ ഒരു കോമൺ ഇഷ്യൂ ആയി. അത് പണ്ടത്തെ പോലെ ഇപ്പോൾ മാരേജിലെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ മാരേജിലെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, അത് ഡിവോഴ്സായി മാറുന്നുണ്ട്. അത് അങ്ങനെ ഒരു ചിന്ത ഇപ്പം മാറി. ഈവൻ കാത്തോലിക് സഭ പണ്ട് ഡിവോഴ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ജീവിതം മുഴുവൻ അങ്ങനെ പോകും, പക്ഷേ ഡിവോഴ്സ് ആയിട്ട് ഒഫീഷ്യലായിട്ട് ഡിവോഴ്സ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ അത് പതുക്കെ എല്ലാം മാറുന്നുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഡിവോഴ്സ് പിറ്റീഷൻ ചെയ്യുമ്പോൾ അതിന് ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ സഭ അതിനെ ശ്രമിക്കും ഒരുമിച്ച് ആക്കാൻ, അത് കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കും. പക്ഷേ അത് സോൾവ് ആക്കാൻ മുന്നോട്ട് പോകാൻ രീതി കാണാത്താവുമ്പോൾ അത് പിന്നെ ഡിവോഴ്സ് കൊടുക്കാൻ തന്നെ തീരുമാനം എടുക്കും. പ്ലസ് അത് മാത്രമല്ല, കോടതികൾ ഡിവോഴ്സ് കൊടുത്താൽ പിന്നെ സഭവും ഡിവോഴ്സ് പെർമിഷൻ തരും.
ഡിവോഴ്സും പെർമിഷൻ തരും, റീമാരേജിനും പെർമിഷൻ തരും. പണ്ട് റീമാരേജ് ആവാൻ അത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഡിവോഴ്സ് വ്യക്തികൾ മാറിയാലും പക്ഷെ സഭയിൽ റീമാരേജ് ആവുന്നത് അതൊരു വലിയ മാറ്ററായിരുന്നു. പക്ഷെ കാലം മാറുന്നുണ്ട്. കാലം മാറുന്നത് പോലെ അത് സ്വഭാവം കാര്യങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ജനങ്ങളുടെ പ്രഷർ, ലൈഫിലെ പ്രഷർ എന്തെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിയമത്തിലെ കുറച്ച് മാറ്റം കൊണ്ടുവന്നായിരുന്നു. സോ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു പുരുഷൻ ഒരു സ്ത്രീ തമ്മിൽ ഈ മാരേജിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. വലിയ സൊസൈറ്റി മാറുന്നുണ്ട്. ഇനി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഇൻ്റർനെറ്റുടെ കാലമാണ്. അതിൽ ആൾക്കാർക്ക് കുറേ ചോയ്സസ് ഉണ്ട്, കുറേ രീതിയിൽ. പ്ലസ് ഫാമിലീസ് ചെറുതായി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഫാമിലി ലൈഫിൽ, പബ്ലിക് ലൈഫിൽ. എല്ലാ രീതിയിൽ ഒരു 30 വർഷം അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഉള്ളത് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ മുഴുവൻ മാറിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു മാറ്റം ഉള്ള ഒരവസ്ഥ, വേറെ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കണം, ഈ മാരേജിലൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്തിട്ട് അത് എന്തെങ്കിലും ഏത് കാരണവശാൽ അത് ഒരു സെറ്റിൽമെൻറ്റിൽ ആവാതെ ഒരു അവസ്ഥ ആവുമ്പോൾ നമുക്ക് പിരിയുന്നതാണ് നല്ലത്. അപ്പോൾ സെപ്പറേറ്റ് ആവുന്നതാണ് നല്ലത്. ബിക്കോസ് ഒരുമിച്ച് ഒരു ഡിസഗ്രിമെൻറ്റ്, ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ഒരു രീതിയിൽ മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് പോകാതെ ഒരു അവസ്ഥ ആവുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇങ്ങനെ ഒരു പ്രശ്നം ആവും. ഇതിൽ കുറേ പേര് അതിൽ സഹിക്കേണ്ട ആവശ്യം ആയി മാറും. സോ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള പ്രശ്നമാവുമ്പോൾ അതിനെ തീർത്തേക്കാൻ, അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം. അത് ചെയ്യാനായിട്ട് കുറേ പേര് ഉണ്ട്. കുറേ ഒഫീഷ്യലായിട്ട് കുറേ സിസ്റ്റംസ് ഓൾറെഡി ഉണ്ട് അതിനെ സോൾവ് ചെയ്യാൻ. പക്ഷെ അതും സോൾവ് ആവാതെ ഒരു സ്ഥിതി ആവുമ്പോൾ അപ്പോൾ വേറെ ആയിട്ട് പോകുന്നത് ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട് വേറെ ആയിട്ട് മാറിയിട്ട് ജീവിക്കാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും ഒരു നല്ല ഒരു സ്റ്റെപ്പാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഫൈനലി ഒരു ലാസ്റ്റ്ലി ഈ ഇൻസിഡൻറ്റ് നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് കാണുന്നത് ഈ ജിജി ആൻഡ് മാരിയോയുടെ ഈ ഇഷ്യൂ പ്ലസ് ഇപ്പോൾ ദിലീപ് ആൻഡ് മഞ്ജുയുടെ ഇഷ്യൂ, ഇത് നോക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു ഇഷ്യൂ ആണ്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ചില സ്ഥലത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചില സ്ഥലത്തിൽ അഡ്ജസ്റ്റ് ചെയ്തേണ്ടി വരും. അതല്ല ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതല്ല ഒരു സോൾവ് ഒരു ഗീവ് ആൻഡ് ടേക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് നല്ലത്. അതിന് വേണ്ടി നമ്മൾ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ ദൈവത്തിന് ഒരു സ്ഥാനം, മാരേജിലെ ഒരു സ്ഥാനം കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ ചില സ്പിരിച്വാലിറ്റി നമ്മൾക്ക് സഹായിക്കും. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾക്ക് സഹായിക്കും. അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങൾ ഒരു വലിയൊരു പ്രശ്നം ആയിട്ട് മാറിയില്ല. പ്ലസ് എല്ലാവർക്കും എത്ര ബുദ്ധിമുട്ടിക്കാൻ ആവില്ല. ഓക്കെ, സോ ഈ ഇൻസിഡൻറ്റ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. എല്ലാ മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ പറയില്ല. അത് ശരിക്കും ഹെവൻ മീൻസ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവം അവിടെ ഉണ്ടാവണം. എല്ലാ മാരേജസിലെ ദൈവം ഉണ്ടാവണം. ഏത് മതമായാലും, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ബുദ്ധിസ്റ്റ് ആവട്ടെ, ഏതായിട്ട് അവിടെ ദൈവം ഉള്ള ഒരു സ്ഥലം, ദൈവത്തിന് ഒരു സ്ഥലമുണ്ട്. ദൈവം ആരാണ്? സത്യം, ട്രൂത്തിന് അവിടെ ഒരു സ്ഥലം കൊടുത്താൽ, സ്നേഹത്തിന് ഒരു സ്ഥലം കൊടുത്താൽ നമ്മൾക്ക് മാരേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്നേഹം ഓൾവേസ് ബിഗിൻസ് വിത്ത് സാക്രിഫൈസ്. സ്നേഹത്തിലെ സാക്രിഫൈസ് ഇല്ലെങ്കിൽ ആ സ്നേഹമില്ല. പിന്നെ അങ്ങനെ ഒരു സാക്രിഫൈസ് മെൻറ്റാലിറ്റി ഒരു മാരേജിൽ ഇല്ലെങ്കിൽ ഫർഗീവ്നെസ്
അങ്ങനെ ഒരു ക്ഷമിക്കാനുള്ള ഒരു കൃപ ഒരു വ്യക്തിക്ക് ഉള്ളിൽ അത് ഗ്രോ ആവുന്നില്ലെങ്കിൽ പിന്നെ ആ മാരേജിനെ പിടിച്ചു വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുമാത്രമല്ല, ആ മാരേജിനെ പിടിച്ചു വയ്ക്കാൻ ആരൊക്കെ സഹായം ചെയ്യാൻ വരും അവർക്കും വീണ്ടും അത് ബുദ്ധിമുട്ടായി മാറും. സോ ഓരോരോ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഈ ഇൻസിഡൻറ്റ് ഒരു ചിന്തിക്കാൻ ഉള്ള ഒരു അവസരമാണ്. എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചിന്തിക്കണം, ഈ മാരേജിനെ കുറച്ചുകൂടെ സീരിയസ്ലി ആയിട്ട് എടുക്കണം. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ അത് പ്രശ്നത്തിന് പരിഹാരം ചെയ്തിട്ട് അത് നമുക്ക് പീസ്ഫുള്ളി ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുപോകും. സോ ഇതാണ് പറയാനാണ് ഈ ഉദ്ദേശമായിരുന്നു ഈ വീഡിയോയിൽ കൂടി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.